നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു. എന്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേദനയുടെ പാതയിൽ ഞാൻ വീണ്ടും നടക്കുന്നു. നിന്റെ ഓർമ്മകളിൽ ഞാൻ ജീവിതം കണ്ടെത്തുന്നു. തളർന്നുവെങ്കിലും വീണുവെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഉയരുന്നു. മുറിവുകൾ താങ്ങുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നു. കാരണം അവ എൻ്റെ ആത്മാവിന്റെ ഗാനമാകുന്നു. അബുദാബിയിൽ മരണത്തെ പുൽകിയ ഡോക്ടർ ധനലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പുകൾ. ഹൃദയത്തിലേക്കിറങ്ങുന്ന സ്നേഹം നിറഞ്ഞ ചിരി, മറ്റുള്ളവരിലേക്ക് കൂടി പടർന്ന് പ്രവഹിക്കുന്ന ഊർജം. അമ്മ അറിയാതെ ഗണിതശാസ്ത്രം വിട്ട് പ്രിയ മലയാളത്തിലേക്ക് കൂടേറിയ അക്ഷരങ്ങളുടെ കൂട്ടുകാരി. കനകമുന്തിരികൾ എന്ന പുസ്തകത്താളിലെ അക്ഷരങ്ങളുടെ കണ്ണീർ ചൂടിൽ കുതിർന്ന സുഗതകുമാരി ടീച്ചർ കെട്ടിപ്പിടിച്ചു കരഞ്ഞ നിമിഷങ്ങൾ. ഒരുപാട് എഴുതാനും പറയാനും ബാക്കി വെച്ച് അവധൂതയെപ്പോലെ, സ്വന്തം കഥാപാത്രമായ റസിയയെപ്പോലെ അപ്രതീക്ഷിതമായി അബുദാബിയിൽ വിട പറഞ്ഞ കണ്ണൂരിന്റെ പ്രിയപ്പെട്ടവൾ ഡോക്ടർ ധനലക്ഷ്മി 1 വർഷം മുൻപ് കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിൽ നൽകിയ ഇന്റർവ്യൂ. കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ എപ്പിസോഡ് നമ്മുടെ അതിഥിയായി എത്തുന്നത് ഡോക്ടർ ധനലക്ഷ്മിയാണ്. കവിയാണ്, കഥാകൃത്താണ്. പക്ഷെ കണ്ണൂരുകാർക്ക് ധനലക്ഷ്മിയെ പരിചയപ്പെടുത്തുമ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ സർവീസ് നടത്തിയിരുന്ന ആനന്ദകൃഷ്ണ എന്നൊരു ബസ്സാണ് ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തുക. കാരണം ഏതാണ്ട് 50-ലേറെ ബസ്സുകൾ കേരളത്തിൻ്റെ തലങ്ങും വിലങ്ങും ഓടിയിരുന്ന ഒരു കാലമുണ്ട്. കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കും കാസർഗോഡേക്കൊക്കെ നിരന്തരം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു സ്വകാര്യ ബസ് സർവീസാണ് ആനന്ദകൃഷ്ണ. ആ ബസ് സർവീസ് ഉടമയുടെ മകള് കൂടിയാണ് ഡോക്ടർ ധനലക്ഷ്മി. ദീർഘകാലം കേരളത്തിലും ഇപ്പോൾ പ്രവാസ ലോകത്തും സേവനമനുഷ്ഠിക്കുന്ന ധനലക്ഷ്മിയുടെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം നമുക്ക്. ഡോക്ടർ ധനലക്ഷ്മിയുടെ കവിതകളും കഥകളിലുമൊക്കെ എപ്പോഴും കുറച്ച് സങ്കടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. UAE-ലെ സാംസ്കാരിക രംഗത്ത് വളരെ സക്രിയ സാന്നിധ്യമാണ് ഡോക്ടർ ധനലക്ഷ്മി. മലയാറ്റൂർ രാമകൃഷ്ണ പുരസ്കാര ജേതാവ് കൂടിയാണ്. കേരള ലോക സഭയുടെ ക്ഷണിതാവ് കൂടിയാണ്. പ്രേക്ഷകർക്കും ഒപ്പം ഡോക്ടർ ധനലക്ഷ്മിക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഡോക്ടർ ധനലക്ഷ്മി സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന് നല്ലൊരു എഴുത്തുകാരിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രവാസ ലോകത്താണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം തന്നെ കണ്ണൂർ വിഷന് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രവാസത്തിൽ നിന്ന് വളരെ അപൂർവമായിട്ടാണ് പ്രവാസികളെ തിരിച്ചറിയുന്നത്. മലയാറ്റൂർ അവാർഡ് കിട്ടിയ സമയത്തും ഞാൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ അവാർഡ് വാങ്ങിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർ പ്രവാസികൾക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രെഡിറ്റാണ്. അപ്പം കണ്ണൂർ വിഷന് ആദ്യമായി എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ബ്ലോഗിലൂടെയാണ് എഴുത്ത് തുടങ്ങുന്നത്. അതെ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ബ്ലോഗർ എന്ന നിലക്കുള്ള ഒരു അവാർഡ് കൂടി കരസ്ഥമാക്കിയ ആളാണ്. അതെ. ജനിച്ചത് എവിടെയാണ്? ശരി, ജനിച്ചത് സ്വന്തം സ്ഥലം കണ്ണൂരാണ്. അച്ഛൻ TT നാരായണൻ, പലർക്കും അറിയായിരിക്കും. അമ്മ ചന്ദ്രമതി. എത്ര മക്കളാണ്? ഞങ്ങൾ 4 പേരാണ്. 2 ചേട്ടന്മാരാണ്, ആനന്ദും ശിവറാമും. പിന്നെ എൻ്റെ ചേച്ചി കണ്ണൂർക്കാർക്ക് വളരെ പരിചിതമായ ഡെർമറ്റോളജിസ്റ്റ് ആണ്, സ്കിൻ ഡോക്ടർ സ്വാതി. അപ്പം അങ്ങനെ ഞങ്ങള് അവരുടെ 3 പേർക്ക് ശേഷം ഒരു 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വേണോ വേണ്ടയോ എന്ന് ചോദിച്ച് തുടച്ചു വാർത്ത് വന്ന ഒരു വ്യക്തിയാണ്. ഒരു സ്പെഷ്യൽ മുതലാണ് ഡോക്ടർ ധനലക്ഷ്മി. വളരെ നല്ല കാലത്തായിരുന്നു എൻ്റെ ജനനം. ഇതുപോലെ അച്ഛൻ 50 ബസ്, വീട്ടില് 2-3 ബസ് ഒന്നിച്ച് പണിയെടുപ്പിക്കുക, ഇതൊക്കെ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസത്തെ അവസാനത്തെ ബസ് എന്ന് വരുന്നു അതാണ് അച്ഛൻ്റെ ഉറക്ക സമയം. അത് എത്ര മണിയായാലും. കാരണം അച്ഛൻ പറയുന്നത് എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ട്, ആ തൊഴിലാളി വീട്ടിലെത്തിയാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റൂ എന്നാണ്. എത്രയോ തവണ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഇപ്പം വരും, കഞ്ഞി ചൂടാക്കി വെക്കും. അപ്പം ബസ് ഡ്രൈവർ വന്നിട്ടുണ്ടാവില്ലേ, തിരിച്ചത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കും. കുറച്ച് കഴിയുമ്പം വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരും, വീണ്ടും ഇത് തന്നെ സംഭവിക്കും. അപ്പം 3-4 തവണ രാത്രിയത്തെ അത്താഴം ചൂടാക്കുന്ന ഒരു അമ്മയെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. ഈ ആനന്ദകൃഷ്ണ ബസ്സൊക്കെ എങ്ങോട്ടൊക്കെയാ സർവീസ് നടത്തിയിരുന്നത്? ആദ്യം അച്ഛൻ തുടങ്ങിയത് ലോറി സർവീസിലൂടെയാണ്. അച്ഛന് ജോലിക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗമാണ്. അത് തന്നെയാണ് ഞാനും ഇപ്പം ആ വഴിയെ പോകുന്നത്.
കാരണം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആള് നമ്മൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ തീന്മേശയിൽ മകനെന്നോ ക്ലീനറിനോ ഡ്രൈവറിനോ ഇല്ല. എന്താണോ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുന്നത് അത് എല്ലാവർക്കും അത് തന്നെയാണ്. അന്ന് ഐക്കോറയാണ് മീൻ എങ്കിൽ ഐക്കോറയാണ് എല്ലാവർക്കും. എത്ര പേരുണ്ടാവും അന്ന് ഭക്ഷണത്തിനൊക്കെ വീട്ടിൽ? ഒരു 10-15 പേരെങ്കിലും ഊണിന് എല്ലാ ദിവസവും ഉണ്ടാവും. കൂടെ രാഷ്ട്രീയക്കാരുണ്ടാവും. ശ്രീ എൻ രാമകൃഷ്ണൻ, ഇങ്ങനെയുള്ള കുറെ പേര് ഉടലെടുത്തത് തന്നെ അച്ഛന്റെ ആ ഒരു ഏറ്റവും വലിയ ബസ് വ്യവസായി. ബസ് എന്ന് പറഞ്ഞ സർവീസിന് പോയി കഴിഞ്ഞാൽ ഈ ഉടമകളുടെ മനസ്സിൽ എപ്പോഴും ആദ്യമാണ് അപകടങ്ങൾ, തീർച്ചയായിട്ടും പ്രോബ്ലംസ്. അങ്ങനെ ഉണ്ടായ അച്ഛനെ ബസ്സിനേക്കാൾ വേദനിപ്പിച്ചത് ജോലിക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും എന്നുള്ളതാണ്. പിന്നെ ആ കാലത്ത് പണിക്കാരും നമ്മുടെ ഒരു ഭാഗമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ജോലിക്കാരന് ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിഷമമാണ്. ഒരു ജോലിക്കാരന്റെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ കല്യാണമാണ്. നമുക്ക് അങ്ങനെ വേർതിരിവ്, മുതലാളി വരുന്നു, ഇന്നിപ്പോ ഈ കാണുന്ന മുതലാളി വരുന്നു, കൂടെ കുറെ എന്താ പറയുക ബ്ലാക്ക് കാറ്റ്സ് കൂടെ വരുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അപ്പോൾ ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇതിലെന്ത് കാണിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അച്ഛൻ നമ്മളെ ബോധ്യപ്പെടുത്തി. ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതോടെ ഞാൻ ഒരു ചാക്ക് വേണ്ട, 1 കിലോ അരി കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പത്രവാർത്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ അച്ഛൻ മരിച്ചതിന് ശേഷം ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോഴാണ് പറയാ, കള്ളരിവാതുക്കലിന്റെ മുന്നിലിരിക്കുന്ന വിളക്ക് ഇത് അച്ഛൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ നമ്മൾ പോലും അതിനൊരു പേര് പോലും ഇല്ല. ഇപ്പോഴും നിങ്ങൾ ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ വേറെ കുറെ പേര് പറഞ്ഞു കേട്ട വേറൊരു കാര്യം, കണ്ണൂരിൽ ഏതെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ അന്ന് ആന്തോഷണ ബസ് ഫ്രീ ഓഫ് കോസ്റ്റ് പയ്യാമ്പലത്തെ ആൾക്കാരെ കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ അച്ഛൻ മരിച്ച് ചിലപ്പം എൻ്റെ പ്രായക്കുറവ് കാരണമായിരിക്കും ഞാനത് അന്ന് അറിയാതെ പോയത്. അപ്പൊ ഇത്രയും വലിയൊരു മനുഷ്യന്റെ മകളാണ് എന്ന് ഒരാൾ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. കുറച്ചു കാലം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പം ബന്ധങ്ങൾക്ക് വില കൊടുക്കാത്തൊരു കാലത്ത് എനിക്ക് ഓരോ ബന്ധങ്ങളും എത്ര വിലപ്പെട്ടതാണെന്ന് അച്ഛന്റെ വിയോഗത്തോടെയാണ് മനസ്സിലായത്. അമ്മയുടെ റോൾ എന്തായിരുന്നു? അമ്മ ഒരു ഉത്തമ കുടുംബിനി എന്ന് മാത്രം പറയാം. അച്ഛന്റെ മുകളിൽ ഒന്നുമില്ല. അച്ഛനാണ് ലോകം, ഭർത്താവാണ് എൻ്റെ ലോകം. അതുകൊണ്ട് തന്നെ ആ പാത തന്നെയാണ് ഇപ്പൊ ഒരുപാട് എഴുത്തുകാർ പല സ്ഥലത്തും ഫെമിനിസം തോളോട് ചേർന്ന് നടക്കണം എന്ന് പറയുമ്പോഴും ഒരു സ്റ്റെപ്പ് പുറകിൽ നിന്ന് ഒരു പുരുഷനെ നയിച്ചാൽ തീർച്ചയായിട്ടും അവിടെ വിജയമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു അമ്മയുമായിരുന്നു. അതിന്റെ തന്നെ ഒരു മകളാണ് ഞാനും. ഒരുപാട് നല്ല ക്ഷമയോടുകൂടി തന്നെയാണ് ജീവിതം. തീർച്ചയായിട്ടും. ഈ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? ഞാൻ കണ്ണൂർ സെന്റ് ട്രീസസിലാണ് പഠിച്ചത്. +2 എസ്ലൈൻ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. ഞാൻ പഠിക്കുന്നതിനേക്കാളും ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു. എല്ലാം യുവജനോത്സവം തുടങ്ങിയ പിന്നെ യുവജനോത്സവത്തിന് പിന്നാലെയാണ്. കലാരംഗത്ത് കണ്ണൂരിൽ ആദ്യമായിട്ട് ബാൻഡ് മേളം സെന്റ് ട്രീസസ് സ്കൂളാണ് തുടങ്ങിയത്. അതിന്റെ ആദ്യത്തെ ബാൻഡ് മാസ്റ്ററും ഞാനായിരുന്നു. ബാൻഡ് ലീഡർ ആയിരുന്നു ഞാൻ. ഇപ്പോഴും എല്ലാ വർഷവും മുടങ്ങാതെ കണ്ണൂരിനാണ് സെന്റ് ട്രീസസിലാണ് മിക്കപ്പോഴും ബാൻഡിന് കിട്ടുന്നത്. അത് കാണുമ്പോൾ ഇപ്പം മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നു. അതെ, അതിന് തുടക്കം കുറിച്ച ഒരാൾ എന്ന രീതിയിൽ. അതെ. പിന്നെ അത്ലറ്റിക്സ് ഉണ്ടായിരുന്നു, സ്പോർട്സ് ഉണ്ടായിരുന്നു. പാടില്ല, ഡാൻസ് ഉണ്ടായിരുന്നു, തിരുവാതിരക്കളി, ഒപ്പന, ഇതിലൊക്കെ സംസ്ഥാന തലത്തിൽ സെന്റ് ട്രീസസിന്റെ ചരിത്രത്തിൽ എന്റെ പേര് കൂടെ ഉണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടം മറക്കാനാവാത്ത മറ്റു ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാനൊരു പാരാസെയിലിംഗ് ആള് കൂടെയാണ്. ആദ്യമായിട്ട് ഇവിടുത്തെ NCC ഗ്രൂപ്പ് ഒരു പാരാസെയിലിംഗ് ക്യാമ്പ് കണ്ണൂർ മൈതാനത്തിൽ ആദ്യമായിട്ട് നടത്തുമായിരുന്നു. അന്ന് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം പാരാസെയിലിംഗ് എന്ന് പറഞ്ഞാൽ അമ്മയൊക്കെ ചിലപ്പോൾ പേടിക്കും. അപ്പോൾ രാവിലെ ഞാൻ ഇതുപോലെ മതിലിയാടി സ്കൂളിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് പാരാസെയിലിങ്ങിന് പോവും, പ്രാക്ടീസ് ചെയ്യും. പിന്നെ അവസാനത്തെ ദിവസം പബ്ലിക്കിന് വേണ്ടി തുറന്നപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ചേട്ടനെയും കൂട്ടി വരൂ. അപ്പോഴേക്കും അച്ഛൻ മരിച്ചായിരുന്നു. എന്റെ നല്ല ഒരു കാര്യവും അച്ഛൻ കണ്ടില്ല എന്നുള്ളൊരു ചീത്തക്കാര്യം ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നും അച്ഛൻ പറയായിരുന്നു, അമ്മയ്ക്ക് എപ്പോഴും ആദ്യമായിരുന്നു ഇതെന്താ ഇങ്ങനെ ആണിനെ പോലെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട്. കാരണം അന്ന് ഞാൻ കുരുത്തക എല്ലാ വികൃതികളും ഉണ്ടായിരുന്നു.
കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ 10 എല്ലാവരും ഇന്നത്തെ പോലെയല്ല, അന്ന് SLC എന്നൊക്കെ പറഞ്ഞാൽ 210 കിട്ടുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് NCCക്ക് പോവുക. അപ്പം അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ടെൻഷൻ. കാരണം അമ്മയുടെ ബാക്കി കുട്ടികളൊക്കെ ഇപ്പം എൻ്റെ ചേച്ചിയാണെങ്കിലും ചേച്ചി വളരെ ഒരു ഒതുങ്ങിയ ഒരു പ്രകൃതം ഇപ്പോഴും. അതെ, എന്നെയും ചേച്ചിയെ കണ്ട ഞാനാണോ ബോസ് എന്ന് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഞാൻ വന്നപ്പോൾ അമ്മയ്ക്ക് തന്നെ എന്നെ ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് വിഷമം തോന്നി. തീർച്ചയായിട്ടും അതെ, ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ആ കാലത്ത് പാരാസെയിലിംഗ്, പാരാഡൈവിംഗ് എന്നൊക്കെ പറയുന്നത് തികച്ചും അസ്വാഭാവികമായ ഒരു കാര്യമാണ്. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ വ്യത്യസ്തമായ മേഖലകളിലൂടെയായിരുന്നു സഞ്ചാരം. അതെ, സാധാരണ പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല. +2 എവിടെയാണ് ശരിക്കും? +2 എർസ്ലൈൻ സീനിയർ സെക്കൻഡറി സ്കൂൾ. +2 ആദ്യത്തെ അങ്ങോട്ട് മാറി ഉറൂസിലിയൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ +2 ആദ്യത്തെ ബാച്ച്. അതെ, അന്ന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ യൂണിഫോം ഒക്കെ മാറ്റി കളർ ഡ്രസ് ഒക്കെ ഇട്ട് അടിച്ചു പൊളിക്കാൻ. ചേച്ചി പ്രൊവിഡൻസ് കാലിക്കറ്റിലാണ് പഠിച്ചത്. അതെ, പ്രീ ഡിഗ്രി ആണ്. കറക്റ്റ് ഞാൻ വന്നപ്പോഴാണ് +2 വന്നത്. അപ്പൊ കോളേജിൽ നിന്നുള്ള മോഹവും വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ ബോംബിടുന്ന പോലെ പറഞ്ഞത്, ഇല്ല, അന്ന് മോണ്ടസറിന്ന് വിളിക്കുമായിരുന്നു എർസ്ലൈനെ. അപ്പൊ എർസ്ലൈനിൽ സീറ്റ് ഉണ്ട്. വളരെ നല്ല മാർക്കുള്ള, കലാലയത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അന്ന് എർസ്ലൈൻ സീറ്റ് കിട്ടൂ. കാരണം ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ ആദ്യത്തെ +2 ആണ്. അപ്പൊ അവരൊരു നല്ല റിസൾട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ +2 ആൾക്കാർ ആ ഒരു ഇമ്പാക്ട് കുറയും എന്നുള്ള പേടിയിൽ അവരുടെ കുട്ടികളെയും 10 ആൾക്കാരെയാണ് പുറത്തുനിന്ന് എടുത്തത്. ആ 10 ഒരാളായിരുന്നു. സയൻസ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് കുരുത്തക്കേടുകൾ ഒപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു ചെറിയ കുരുത്തക്കേട് ഞാൻ പറഞ്ഞുതരാം. അന്ന് നമുക്ക് സയൻസിന്റെ കൂടെ മാത്സ് എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് രണ്ടും ഇപ്പോഴും ഞാൻ ഇങ്ങനെ വളരെ പുവറാണ്. പക്ഷെ വീട്ടിലെല്ലാവർക്കും നിർബന്ധം ഒന്നിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. അതുകൊണ്ട് മാത്സ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം സ്വന്തമായിട്ടൊരു കത്ത് എഴുതി പ്രിൻസിപ്പലിന്, എൻ്റെ മോളെ ഞാൻ മാത്സിൽ നിന്നും മലയാളത്തിലേക്ക്. അന്ന് എനിക്ക് എഴുത്തിനോട് ഒരു അഭിനിവേശം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നും മാധ്യമ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നതാണ്. അപ്പം എനിക്ക് മലയാളത്തോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ടൊരു കത്തെഴുതി അമ്മയുടെ ഒപ്പിട്ട് പ്രിൻസിപ്പലിന് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞു മാത്സിൽ നിന്ന് മലയാളത്തിലേക്ക് മാറാൻ. വളരെ കംഫർട്ടബിൾ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഒരു കല്യാണത്തിന് എൻ്റെ മലയാളം ടീച്ചർ, എനിക്ക് അറിയില്ലായിരുന്നു അമ്മയുടെ കുടുംബമാണ് എന്ന്. കല്യാണം വീട്ടിൽ ചെന്നപ്പം ടീച്ചർ അമ്മയോട് പറഞ്ഞു, മോൾ അസലായിട്ട് എഴുതും, ആളുടെ മലയാളം നല്ലതാണെന്ന്. അമ്മ ഒരുമാതിരി, ടീച്ചർ ജാനകി ടീച്ചർ മലയാളമാണോ എടുക്കുന്നത്? കാരണം അമ്മയ്ക്ക് അറിയില്ല ഞാൻ മലയാളം ക്ലാസ്സിലുണ്ട് എന്ന് ഞാൻ അറിയില്ല. അമ്മ മാത്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ സ്കൂളിൽ മലയാളം ബുക്ക് വീട്ടിൽ കൊണ്ടുവരാറില്ല, സ്കൂളിൽ ബെഞ്ചിന്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച്. അപ്പം വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ അറിയുന്നത് തന്നെ. കല്യാണ വീട്ടിൽ നിന്ന് പിന്നെ അമ്മയ്ക്ക് തല്ലാൻ പറ്റില്ലല്ലോ. ഓ, ഇഷ്ടം പോലെ. അതെ, കാരണം അന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അവരുടെ പ്രൊഫഷൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല. ഇന്നാണ് കുട്ടികൾക്ക് എല്ലാം തീരുമാനങ്ങൾക്കനുസരിച്ച് അമ്മമാര് മാറാൻ തുടങ്ങി. അതെ, അന്ന് നിങ്ങളെ ഡോക്ടറാക്കും എന്ന് പറഞ്ഞാൽ തല്ലിയായാലും ഒന്നായാലും ഡോക്ടറായേ പറ്റും. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. പക്ഷെ ആ മലയാളമാണ് ഇന്നത്തെ അതെ, തീർച്ചയായിട്ടും. ഈ +2 അവിടെ കഴിയുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രിക്കാണോ നേരിട്ട് BDS? ഇല്ല, നേരിട്ട് BDS പോവാണ്. മംഗലാപുരത്ത് മണിപ്പാലിന്റെ കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ ഡെന്റൽ. മംഗലാപുരം. അവർക്ക് 2 ബ്രാഞ്ച് ഉണ്ട്. മംഗലാപുരത്താണ്. അന്നും കുറച്ച് എഴുത്തൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് എഡിറ്ററും ഒക്കെ ആയിരുന്നെങ്കിലും ഈ പറഞ്ഞ പോലെ അത്ലറ്റിക്സും കളിയും ഒക്കെ തന്നെ ആയിരുന്നു എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ കൂട്ടുകാരെന്നെ ഇപ്പം ഈ എഴുത്തിന്റെ ലോകത്ത് കാണുമ്പോൾ അതേ ധനലക്ഷ്മിയാണോ എന്ന് നെറ്റി ചുളിക്കുന്ന സുഹൃത്തുക്കൾ ഇപ്പോഴും എനിക്കുണ്ട്. കാരണം അന്നും ഇതുപോലെ നമുക്ക് ലോക്കർ ഉണ്ടായിരുന്നു. ഈ ലോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെന്റൽ മെറ്റീരിയൽസ് വെക്കാനുള്ളതാണ്. പക്ഷെ ഇൻസ്പെക്ഷന് വരുമ്പം
എന്റെ ലോക്കർ തുറക്കുമ്പോൾ അതിൽ നിന്ന് കുറെ ടെന്നീസ് ബോളാണ് ചാടി പുറത്ത്. അല്ല, ഉച്ചയ്ക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, ടൂൾസ് സൂക്ഷിക്കുന്നു. ടേബിൾ ടെന്നീസ് ഉണ്ടായിരുന്നു. അപ്പൊ ബാറ്റ്, ഇതൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം അതായിരുന്നു. അതെ. അപ്പം ഒരു ദിവസം പ്രിൻസിപ്പൾ വന്ന് എല്ലാവരുടെയും ലോക്കർ പരിശോധിക്കുമ്പോൾ എന്റെ ലോക്കറിന് മാത്രം ഒരുപാട് ടെന്നീസ് ബോൾ ഉതിർന്നു വീണ് പ്രിൻസിപ്പലിന്റെ വാർണിംഗ് ലെറ്ററും കിട്ടിയ ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പ്രായത്തിൽ കാണിക്കേണ്ട കുസൃതികളൊക്കെ കാണിച്ചതുകൊണ്ട് ഇപ്പം ഒന്നും നമ്മളെ ബാധിക്കില്ല. എല്ലാം കഴിഞ്ഞാണ് വന്നത്. ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? നഗരജീവിതം നഗരജീവിതം എന്റെ ചേട്ടന്റെ ഭാര്യ കാസർഗോഡ് നിന്നാണ്. അതുകൊണ്ട് കൂടുതൽ ഇറങ്ങി നടക്കാൻ പറ്റിയിട്ടില്ല. പിടിക്കും. പിന്നെ എന്റെ ദൗർഭാഗ്യത്തിന് ഒരു 6 മാസത്തിന് ശേഷം ചേച്ചി അവിടെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കിന്ന് പഠിക്കാൻ വന്നു. അതോടെ പിന്നെ വീട്ടിലായി, ഹോസ്റ്റലിൽ നിന്ന് മാറി വീട്ടിലായി, നല്ല കുട്ടിയായിട്ട് 5 വർഷം തികച്ചിട്ട് 5 വർഷം അവിടെ പഠനം പൂർത്തിയാക്കി. അങ്ങനെ ആദ്യമായിട്ട് എവിടെയാണ് സർവീസിൽ? ആദ്യമായിട്ട് ഞാൻ ഇവിടെ കണ്ണൂർ ഡോക്ടർ അശോകന്റെ കൂടെയാണ് ജോലി ചെയ്തത്. ഒരു 3 വർഷം പുള്ളിയുടെ കൂടെ ജോലി ചെയ്തു. പിന്നെ കല്യാണശേഷം ഇന്ദിരാഗാന്ധി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അത് തീർത്തും ഒരു വേറിട്ട അനുഭവം എന്ന് തന്നെ പറയാം. ഒരു കവി, എഴുത്തുകാരി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പ്രണയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നല്ല പ്രണയങ്ങൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല, എളുപ്പമല്ല. അന്ന് പ്രണയം എന്ന് പറഞ്ഞാൽ ഒരാളെ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് കാണുന്നതാണ് ഏറ്റവും വലിയ പ്രണയം. അതിൽ കൂടുതൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. അതെ, ലിവിങ് ടുഗെദറിന്റെ കാലമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളിനെ നമ്മൾ എല്ലാ ദിവസവും ആ സ്ഥലത്ത് കാണുക, അയാളെ നോക്കി, അതെ, കാണാൻ വേണ്ടി ആ വഴി വരുക, ഇങ്ങോട്ടും. അതെ, കത്തൊന്നും ഇല്ല. കാരണം കത്തൊക്കെ പിടിക്കപ്പെടും എന്നുള്ള പേടി കാരണം കത്തൊന്നും എഴുതാൻ മെനക്കെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രണയം അവിടേക്ക് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ എഴുതിയിരുന്ന കഥകളോ കവിതകളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കവിതയാണോ എന്തായിരുന്നു? അന്ന് എനിക്ക് ധൈര്യം ഇല്ലായിരുന്നു. അന്ന് കുറെ പേരില്ലാ കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് കോളേജ് മാഗസീനിൽ വരുമ്പം അപ്പോഴാണ് അയ്യോ ഇത്രയും നിലവാരം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച ഒരു കാലമാണ്. അന്നും എനിക്ക് ഈ സോഷ്യലി കാണുന്ന കാര്യങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പം നമ്മൾ അച്ഛനില്ലാത്തതിൻ്റെ വിഷമം, അത് കാരണം നമുക്കുണ്ടാവുന്ന സങ്കടങ്ങൾ, ഒരു ആൺതുണ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പാർട്ട്ണറായാലും അച്ഛനായാലും ഒരു ദൈവം തീർത്തും മനുഷ്യരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വെറുതെ പറയുന്നതാണ് സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു ലോകം അല്ലെങ്കിൽ പുരുഷന്മാരില്ലാത്ത ലോകം ഇല്ല. നമുക്ക് തുണ വേണം, തീർച്ചയായിട്ടും നിർബന്ധമാണ്. അത് നമ്മൾ എത്ര അതിൽ ഫെമിനിസം പറഞ്ഞാലും, നിങ്ങൾ ഇപ്പോൾ ഈ ഫെമിനിസം പറയുന്ന ആൾക്കാരെ ഒന്ന് പുറകോട്ടെടുത്ത് നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ആൺ ഉണ്ടാകും. ഈ ആൺ അവരോട് അത്രയും മോശമായി പെരുമാറുമ്പോഴാണ് ഒരു ഫെമിനിസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ ഇവിടെ ഫെമിനിസ്റ്റുകൾ ജനിക്കുന്നില്ല. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങൾ എത്ര ചകിഞ്ഞ് നോക്കിയാലും കാണില്ല. ഈ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ അനുഭവം ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അത് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു അതിന്റെ ഒരു അവസ്ഥ? ഇല്ല, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. എങ്ങനെയാണ് ആ ഹോസ്പിറ്റൽ എത്തിപ്പെടുന്നത്? അശോകയിൽ നിന്ന് കല്യാണം കഴിഞ്ഞു. ഞാൻ സുജിത്ത് പറഞ്ഞ ഒരു UAE ബിസിനസ് ചെയ്യുന്ന ഒരാളിനെയാണ് കല്യാണം കഴിച്ചത്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞങ്ങളുടെ ഒരു അച്ഛൻ അറിയുന്ന ഒരാൾ, പിതൃതുല്യനായ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഭാസ്കരൻ കവുംഭാഗം, പുള്ളി കൊണ്ടുവന്ന ഒരു പ്രപ്പോസൽ. ആ വഴി അദ്ദേഹം മരിച്ചുപോയി. ഭാസ്കരേട്ടൻ മരിച്ചുപോയി. അപ്പൊ അന്ന് എൻ്റെ ചേട്ടനെ ഒരു കല്യാണത്തിന് വെച്ചിട്ട് ശ്രീ മമ്പറം ദിവാകരൻ കാണുകയും ആ കുടുംബത്തിലെല്ലാവരും എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ സുജിത്ത് കണ്ണൂർ ചൊവ്വയ്ക്കുന്ന തന്നെയാണ്. അപ്പൊ അന്ന് ദിവാകരേട്ടൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ചെറിയ പെങ്ങളില്ലായിരുന്നു എന്ന്. കാരണം അന്ന് അച്ഛൻ്റെ കൂടെ എല്ലാ വേദികളിലും എന്നെ കാണുമായിരുന്നു. അത് അച്ഛൻ്റെ ഒരുമാതിരി നമ്മൾ ഈ ബോബനും മോളിയിൽ കാണുന്ന ഒരു കുട്ടിപ്പട്ടിയെ പോലെ എല്ലാ സ്ഥലത്തും കാണും. അതെ, ഇപ്പം ഒരു 4 ആൾ ഇരിക്കുകയാണ്,
അത് അന്നൊന്നും എനിക്കറിയില്ല ഇരിക്കുന്നത് ശ്രീ കരുണാകരനാണെന്നോ അല്ലെങ്കിൽ ശ്രീ ബാലകൃഷ്ണപിള്ളയാണെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്കൊരു കുഞ്ഞു കസേലയുണ്ട്, ആ കസേലയിൽ ഞാൻ അച്ഛനെ രാഷ്ട്രീയ നേതൃത്വങ്ങളായിട്ട് ഇരിക്കുമ്പോൾ സൈഡിൽ ധനലക്ഷ്മി. ആരായാലും അതിനിപ്പം ജോലി ആ കാലഘട്ടത്തിൽ വരുന്ന നേതാക്കൾ കെ കരുണാകരൻ, എൻ രാമകൃഷ്ണൻ എല്ലാവരും തന്നെ, ശ്രീ സതീശൻ പാച്ചേനി, ഇപ്പം ഈ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ശ്രീ പി ശശി, കോടിയേരി ബാലകൃഷ്ണനായിട്ട് എനിക്കും മരിക്കുന്നവരെ നല്ല ബന്ധമുണ്ട്. എല്ലാ ലീഡേഴ്സും. അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അച്ഛന് സുഹൃത്തുക്കളായിരുന്നു അതില്. അതെ, എല്ലാവരും ഒരു ഉത്തമ ബിസിനസ്സുകാരന്റെ ചിന്താഗതി ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും സുഹൃത്തുക്കളാണ്. ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ എനിക്ക് പാർട്ടിയില്ല, സുഹൃത്തുക്കൾ ആരാണോ അതെ ഉണ്ട്. ഡോക്ടർ ധനലക്ഷ്മി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 11 വർഷം. 11 വർഷം. എങ്ങനെയാണ് ആ കാലഘട്ടം? എങ്ങനെയാണ്? ആരാണ്? മമ്പ്രം ദിവാകരനല്ലായിരുന്നു പ്രസിഡന്റ്? അദ്ദേഹമാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. വിവാഹത്തിലും അദ്ദേഹം തന്നെയാണോ മുഖ്യ? ആയിരുന്നു. കാരണം ദിവാകരൻ ഇന്നും എനിക്കൊരു അച്ഛൻ സ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ്. അപ്പം ചേട്ടൻ്റെ അടുത്ത് ഇതുപോലെ ചോദിച്ചു, ഒരു കുഞ്ഞനിയത്തി ഉണ്ടല്ലോ, അനിയത്തി. അപ്പൊ പുള്ളി പറഞ്ഞു, അത് കുഞ്ഞനിയത്തി അല്ല, ഇപ്പൊ വലിയ അനിയത്തിയായി, ഡോക്ടറായി. ഡോക്ടറായോ? കല്യാണം കഴിഞ്ഞു. എവിടെയാ? തലശ്ശേരിയിൽ. അപ്പൊ തലശ്ശേരി എന്ന് കേട്ടപ്പോ പുള്ളി പറഞ്ഞു, ഞാനൊരു ഡോക്ടറെ അന്വേഷിക്കുകയാണ്, എന്നെ വന്ന് കാണാൻ പറയുന്നു. ഞാനപ്പോ ഒരു സാധാരണഗതിയിൽ ഒരു CV ഒക്കെ ഉണ്ടാക്കി ശ്രീ മമ്പ്രം ദിവാകരനെ കാണാൻ ചെന്നപ്പോ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അതെ, പുള്ളിയുടെ ഒരു ക്യാബിൻ ഉണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് പുള്ളിയുടെ മുറി ഇരിക്കുന്നത്. അത് റിസപ്ഷനോട് ഫേസ് ചെയ്തിട്ട് തിരുവങ്ങാട്ട് അമ്പലത്തിനോട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു മുറിയാണ്. അപ്പം ഞാൻ അന്ന് കാണാൻ പോകുന്നു. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ പുള്ളി എന്നോട് അന്ന് പറഞ്ഞൊരു വാക്കാണ്, നാരായണന്റെ മോൾക്ക് ഒരു CV-യോന്ന്. പുള്ളി അത് തുറക്കാൻ പോലും മെനക്കേട്ടിട്ടില്ല. അങ്ങനെ ഡെന്റൽ വിഭാഗം ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ തുടങ്ങിയതും സെന്റ് തെരേസാസിലെ ആദ്യത്തെ ബാൻഡ്, ഉറൂസിലെ ആദ്യത്തെ +2, ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ഡെന്റൽ വിഭാഗത്തിന്റെ തുടക്കം. ഇപ്പൊ തന്നെ 3 തീർച്ചയായും. അങ്ങനെ 11 വർഷം. 11 വർഷം ഇന്ദിരാഗാന്ധി എന്നിലെ എഴുത്തുകാരിയെ ഒരുപാട് സ്വാധീനിച്ചു. പുസ്തകം എഴുതിയിട്ടുണ്ടോ? അതാണ് ആ സമയത്താണ് ഞാൻ ബ്ലോഗിങ് തുടങ്ങിയത്. ആക്ച്വലി ഞാൻ ബ്ലോഗിങ്ങിലൂടെ അറിയാതെ വന്നൊരു വ്യക്തിയാണ്. മാധ്യമ പ്രവർത്തകരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഞാനതൊരു അമാനുഷികമായ ഒരു ടാലന്റ്. കാരണം നമുക്കൊരു കഥ എഴുതാം, കവിത എഴുതാം, പക്ഷെ ആ സമയത്ത് കിട്ടുന്ന ഒരു ലൈൻ വെച്ചിട്ട് നിങ്ങളൊരു കഥ ഒരു സ്പോട്ടിൽ ഉണ്ടാക്കുകയാണ്. അതൊരു പ്രത്യേക കഴിവാണ്. അത് എഴുതുന്ന ആളിനെ ഞാൻ എപ്പോഴും അഭിനന്ദിച്ചിട്ടേ ഉള്ളൂ. കാരണം നമുക്കൊരു ദുഃഖമാണെങ്കിലും പലപ്പോഴും അന്ന് TV ഇത്രയും ആൾക്കാർ, TV റിപ്പോർട്ടേഴ്സ് ഇത്രയും ഭംഗിയായിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ പലപ്പോഴും ഈവൻ ഇൻക്ലൂഡിങ് ഇന്ദിരാഗാന്ധിയുടെ മരണം പോലും വായിച്ച് കരഞ്ഞ ഒരു ജനമുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിരുന്നു അന്ന് പ്രിന്റ് മീഡിയക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ തുടങ്ങുന്നു, ഓർക്കുട്ട് തുടങ്ങുന്നു. അപ്പൊ ഞാൻ എല്ലാ പത്രക്കാരെയും ലൈക്ക് ചെയ്യും. അപ്പൊ അവർ എഴുതുന്ന പല വാചകങ്ങൾക്കും ഞാൻ താഴെ എന്തെങ്കിലും ഒരു കമന്റ് എഴുതിയിരിക്കും. അപ്പൊ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പലരും എന്നോട്, മലയാള മനോരമയുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന കൃഷ്ണകുമാർ, ഇങ്ങനെയുള്ള പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ അസലായിട്ട് എഴുതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കും ഇതിലൊരു സ്ഥാനം ഉണ്ടാകും എന്ന് മനസ്സിലായത്. ഫസ്റ്റ് ബ്ലോഗ് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്ത് ജിനുവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഈ നേരം വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എഴുത്തിലൂടെ നമ്മൾ ഒരുപാട് സമ്പാദിച്ച 2 ആൾക്കാരാണ്. എൻ്റെ ഒരു ബർത്ത്ഡേക്ക് രാവിലെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, ഒരു ലിങ്ക് അയച്ചിട്ട് പറഞ്ഞു, ഒന്ന് തുറന്നു നോക്കൂന്ന്. ഞാൻ തുറന്നു നോക്കുമ്പം ശൂന്യമായ ഒരു ബ്ലോഗും കനകമുന്തിരികൾ എന്ന പേരും അതിൻ്റെ താഴെ ഡോക്ടർ ധനലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് സമ്മാനിച്ചതാണ്. അതിലെഴുതി തുടങ്ങിയതാണ്. ആദ്യം എഴുതിയത് അദൃശ്യ സൗഹൃദങ്ങളെ പറ്റി തന്നെയാണ്. കാരണം എന്നെ ഒത്തിരി കണ്ണ് നനയിച്ച ഒരു അനുഭവമാണ്. കാരണം നമുക്കറിയാത്ത, നമ്മളെ അറിയാത്ത വാക്കുകളിലൂടെ മാത്രം കണ്ടൊരു സുഹൃത്ത്, നമ്മളുടെ പൾസ് അറിഞ്ഞിട്ട്, ഞാൻ അവിടെയാണ് ഞാൻ ആൾക്കാരെ വിലയിരുത്തുന്നത്. അപ്പോൾ ഒരാൾ നമ്മളെ ഇത്രയും തിരിച്ചറിയുക, അയാൾക്ക് എന്നെ കാണണം എന്നില്ല, എനിക്ക് അയാളെ കാണണം എന്നില്ല. അപ്പം അങ്ങനെ ഉത്ഭവിച്ചൊരു ബ്ലോഗ്. അപ്പം ആദ്യം എഴുതിയതും കാണാ സൗഹൃദങ്ങളെ പറ്റിയാണ്. അതെ, അങ്ങനെ ആദ്യമായിട്ട് ഒരു അവാർഡ്, ആദ്യം കിട്ടുന്ന അവാർഡ് അന്ന് ഞാനിപ്പോൾ അത് ഓർക്കണില്ല. അവരാദ്യമായിട്ട് നടത്തിയ ഒരു ബ്ലോഗ്
ഇവാലുവേഷൻ ആണ്. അന്ന് ഏറ്റവും അധികം വ്യൂവേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു, ഏറ്റവും അധികം ഇന്ന് പറയുന്ന പോലത്തെ ലൈക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവര് പിന്നെ ഫസ്റ്റ് അവാർഡ്, അതുപോലെ എന്റെ അച്ഛന് 26 എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസമാണ്. അന്നേ കാലത്ത് അച്ഛന്റെ 26, അതെ 26 നമുക്ക് എപ്പോഴും അക്കങ്ങളാണോ എന്താണെന്ന് അറിയില്ല. 26 മാസത്തിൽ എന്നായാലും ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. അപ്പം അച്ഛനിങ്ങനെ ഏതെങ്കിലും നമുക്കിപ്പോ പുതിയ ബസ് ഇറക്കണമെങ്കിൽ അച്ഛൻ പറയും ഇന്ന് 15, അപ്പൊ 26 ഇറക്കാം. അത് എന്തുകൊണ്ടാണ് അച്ഛൻ അത് പറഞ്ഞതെന്ന് നമുക്കറിയില്ല, ഇന്നും പിടിയിട്ടില്ല. പക്ഷെ എന്നും 26 എന്റെ ജീവിതത്തിൽ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്റെ ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് സേതുവിന്റെ കയ്യിൽ നിന്നും. ശ്രീ സേതുവാണ് ആദ്യത്തെ അവാർഡ് എനിക്ക് തരുന്നത്. അപ്പം സേതു സാറിനെ അറിയാതെ മുന്തിരികൾ എന്ന ബ്ലോഗിന്. അപ്പൊ സേതു സാർ ആ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആ കഷണ്ടിയും, അപ്പൊ നമുക്കൊരു അച്ഛന്റെ കയ്യിൽ നിന്നും 26-ാം തീയതി വാങ്ങുന്ന അവാർഡ്. അച്ഛനും പ്രിയപ്പെട്ടത് 26ആണ്, മകൾക്കും തീർച്ചയായിട്ടും. അപ്പം അന്ന് ഈ അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ കൂടെ അവരന്ന് പബ്ലിക്കേഷനിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പൊ അവർ തീരുമാനിച്ചു എന്ന ആദ്യത്തെ പബ്ലിക്കേഷൻ ഈ അവാർഡ് വഴി തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ബുക്ക് ഇറങ്ങുന്നത്. അന്ന് ശ്രീമതി TN സീമയും ബിനോയ് വിശ്വവും കൂടിയിട്ടാണ് ഈ ബുക്ക് ഇറക്കുന്നത്. അപ്പൊ അന്ന് ശ്രീ ബിനോയ് വിശ്വം വനം വകുപ്പ് മന്ത്രിയായിരുന്നു. TN സീമയായിട്ട് എനിക്കൊരു ചേച്ചിയെ പോലെയാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരുടെ കയ്യിൽ നിന്നും പുസ്തകം പുറം ലോകം കണ്ടു. ഈ സാഹിത്യരത്ന പുരസ്കാരം ഉൾപ്പെടെ 1/2 ഡസൻ പുരസ്കാരങ്ങൾ റസിയ പറയാൻ ബാക്കി വെച്ചതിന് തന്നെയാണ് ഏറ്റവും അധികം അവാർഡ്. സാഹിത്യശ്രീ അടക്കം ഒരു അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് റസിയയുടെ വേദനയാണ് ആ അവാർഡ് ലഭിക്കുന്നത്. റസിയ മരിച്ചെന്ന് ഡോക്ടർ ധനലക്ഷ്മിയുടെ മാനസിക വ്യവഹാരം എന്തായിരുന്നു? അതിനുശേഷം ഞാൻ ഒരിക്കലും എൻ്റെ ഫോൺ സൈലന്റിലാക്കിയിട്ടില്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളോട് പറയാൻ പലതും ഉണ്ടാവും, കേൾക്കാൻ നമ്മൾ വേണം. നമുക്കൊരാളുടെ ജീവിതം തീർന്നു പോവില്ലായിരുന്നു. ഇന്ന് റസി എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടാവും, അന്ന് ഒരു ഫോൺ കോൾ ഞാൻ എടുത്തിരുന്നെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇപ്പം എന്ത് തിരക്കാണ് എന്ന് പറഞ്ഞാലും സൗഹൃദങ്ങൾക്ക് ഞാനൊരു സമയം കണ്ടെത്തും. ഇവിടെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും. ധനലക്ഷ്മി പറഞ്ഞു പോകുന്ന കഥകൾ നമ്മൾ കേട്ടു. റസിയയുടെ പറയാൻ ബാക്കി വെച്ചത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി ആത്മാക്കൾ തമ്മിൽ, ഭാവിയിൽ ആത്മാക്കൾ തമ്മിൽ സംസാരിക്കുന്ന, ആത്മാവുമായി സംസാരിക്കാനുള്ള റിസർച്ചുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം എന്നെങ്കിലും റസിയയുടെ ആത്മാവുമായി ഡോക്ടർ ധനലക്ഷ്മി സംസാരിച്ചാൽ, അപ്പം അതുകൊണ്ട് അങ്ങ് സംസാരിച്ചിട്ട് അത് നമുക്ക് ഒരു ചെറിയ കഥയാക്കണം. സാധ്യതകളുണ്ട്, വലിയ റിസർച്ചുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു ഈ അപൂർവ ഉറങ്ങാനുള്ള കാരണം? ഇനി അപൂർവ ഉറങ്ങട്ടെ. ആരാണ് ഈ അപൂർവ? അപൂർവയും എനിക്ക് പരിചയമുള്ള ഒരു സെലിബ്രിറ്റി ആണെന്ന് തന്നെ പറയാം. കേരളത്തിലാണോ ഇന്ത്യയിലെ ഒരു സെലിബ്രിറ്റിയാണ്, അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാണ്. അപൂർവ നിങ്ങൾ ഇട്ട ഒരു പേരാണ്. അതെ. അവരെന്താണ്? ഇതുപോലെ നമ്മള് ഭർത്താവ്, കുടുംബം ഒക്കെ ഉണ്ടായിട്ടും ഒരു സ്ത്രീ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ, പരമോന്നത അവസ്ഥയിൽ എത്തിയിട്ടും അവരെ താഴേക്ക് വലിക്കുന്ന ഭർത്താവിൻ്റെ ഉദ്ദേശം പൈസയാണ്, ഭാര്യ ഒരു ഉപകരണം മാത്രമാണ്. അപ്പം ഭർത്താവ് പുഷ് ചെയ്ത് എവിടെയൊക്കെയോ എത്തി നിൽക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ അവരാഗ്രഹിക്കുന്നത് ഒരു ഭർത്താവിൻ്റെ തണലാണ്. അവർക്ക് ഈ രാവിലെ മേക്കപ്പ് ഇട്ടിട്ട് സിനിമയിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഒരു TV-യിൽ വരാനോ ഇതുപോലെ ഒരു സക്സസ് സ്റ്റോറി പറയാനോ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയാണ്. ഒതുങ്ങി കഴിയാൻ ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ്. വിധി നൽകിയത് നേരെ തിരിച്ചാണ്. ഭർത്താവ് അതേസമയം വ്യഭിചരിക്കും, കള്ളു കുടിക്കും. അപ്പം അവരുണ്ടാക്കുന്ന പൈസയെല്ലാം ദൂർത്തായി പോകുന്ന ഒരു സ്ത്രീ. അപ്പം നമ്മൾ പേഴ്സണലി അറിയുമ്പം, അവരുടെ വിഷമങ്ങൾ അറിയുമ്പം, അവരും ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ജീവിതം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അന്ന് നമ്മളെ പോലെയുള്ള അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞത് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരവസ്ഥയാണ് ഉറങ്ങുക. അതാണ് അപൂർവയുടെ ഉറക്കം. എൻ്റെ ഈ റസിയാൻ പറയാൻ ബാക്കി വെച്ചത് കുറെ കഥകളിൽ ഒരു കഥയാണ്. ഇതിന്റെ കൂടെ ഞാനൊരു കഥ പറയുന്നുണ്ട്. ഒരു ഭർത്താവ് നാട്ടിൽ വരികയാണ്. ചെറിയ മോൾക്ക് പനി മാറുന്നില്ല. അപ്പം ചോദിച്ചപ്പോൾ പറയുന്നു, ഡോക്ടർമാർക്ക് ഇതിന്
റിപ്പോർട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ പനിയെന്ന് അറിയണില്ല, പനി മാറണില്ല. കുറേ ദിവസം ആശുപത്രിയിൽ തുടരുകയാണ്. അങ്ങനെ കുട്ടി HIV ആണെന്ന് തിരിച്ചറിയുന്നു. HIV ആണെന്ന് പറയുമ്പോൾ തന്നെ ഭാര്യ അടക്കമുള്ള സമൂഹം ഭർത്താവിന് നേരെ കൈ ചൂണ്ടുകയാണ്. അപ്പം പുള്ളിക്കാരി പറയുന്നുണ്ട് വെറുതെ അല്ല ലീവില്ല എന്ന് പറയുന്നത്, ഇപ്പം മനസ്സിലായി അവിടെ അടിച്ചു പൊളിക്കുകയാണ്. അപ്പം പുള്ളി കരഞ്ഞുകൊണ്ട് ഡോക്ടറോട് പറയാണ്, ഡോക്ടറെ എനിക്ക് വേറൊരു ബന്ധമില്ല, ഞാൻ ഒരാളുമായിട്ട് ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടില്ല, എനിക്കറിയില്ല ഇതെങ്ങനെ വന്നു എന്ന്. പിന്നീട് ഒരു അന്വേഷണത്തിന്റെ വഴിയിലൂടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത് ഭാര്യ തന്നെയാണ് ഇതിന്റെ വില്ലെന്ന്. അപ്പൊ അതുപോലെ ഞാൻ പറയുന്നത് പ്രവാസി കള്ളനല്ല. ചിലർ അകപ്പെട്ടു പോകുന്നുണ്ട്, അകപ്പെട്ടു പോവാതെ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഞാൻ ഈ എഴുത്തിലേക്ക് വരാൻ കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് വരാൻ ഒരു കാരണം, എനിക്ക് സുഗതകുമാരി ടീച്ചറെ മറക്കാൻ പറ്റില്ല. കാരണം ഒരു നാള് നമ്മുടെ കൂത്തുപറമ്പ് നിർമ്മലഗിരിയിൽ ഒരു ഗസ്റ്റായിട്ട് പുള്ളിക്കാരി വരാൻ ഇടയായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പുള്ളിക്കാരിയെ റിസീവ് ചെയ്യാൻ ഇരുന്നത്. ആൾക്ക് ജലദോഷം ഉള്ള കാരണം എന്നോട് പറഞ്ഞു, ധനലക്ഷ്മി ഒന്ന് പോയി പിക്ക് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ സുഗതകുമാരി ടീച്ചറെയോ? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അതെ. അപ്പം അങ്ങനെ ഞാൻ ടീച്ചറെ രാവിലെ 6 മണിക്ക് മലബാർ എക്സ്പ്രസ്സിൽ, അറിയാമല്ലോ ടീച്ചർ AC ട്രാവൽ ചെയ്യില്ല, ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമേ വരൂ. അങ്ങനെ ടീച്ചറെ ഞാൻ പോയി പിക്ക് ചെയ്യുന്നു. അപ്പം ടീച്ചറിനെ എൻ്റെ വണ്ടിയിൽ, അതൊക്കെ എനിക്ക് ഇന്നും ഒരു ഭാഗ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പം ടീച്ചറെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഗോകുലത്താണ് ടീച്ചർ താമസിച്ചത്, തലശ്ശേരി ഗോകുലം. അപ്പോൾ ഗോകുലത്തിൽ ഡ്രോപ്പ് ചെയ്യുന്നതിലുള്ള ഇടയ്ക്ക് എൻ്റെ കൂടെ ഒരു സുഹൃത്തൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഡോക്ടർ നല്ലൊരു എഴുത്തുകാരിയാണ്. ആഹാ, ഡോക്ടർ എഴുതുമോ? അപ്പം ടീച്ചർക്ക് അതൊരു പുതുമയായിരുന്നു. എന്ത് ഡോക്ടറാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ദന്ത ഡോക്ടറാണ്. പല്ലിനെ പറ്റിയാണോ എഴുതുന്നത്? അല്ല ടീച്ചർ, എൻ്റെ ഞാൻ പറഞ്ഞു, സാധാരണ എഴുത്തുകാരെ നിങ്ങൾ നോക്കിയാൽ മതി, കാർഡിയോളജിസ്റ്റ് എഴുതുന്നത് ഹൃദയത്തെ കുറിച്ചായിരിക്കും, ഹൃദയ താളങ്ങൾ, ഹൃദയ താളപ്പിഴകൾ, ഇതൊക്കെ ആയിരിക്കും. ഒരു ക്യാൻസർ വിദഗ്ധൻ എഴുതുന്നത് അതിജീവനത്തെയാണ്. ഏത് എഴുത്തുകാരെ എടുത്ത് നോക്കിയാലും അവരെഴുതുന്നത് അവരുടെ ജോലിയോട് സംബന്ധിച്ച്. പക്ഷെ എൻ്റെ കഥയിലൊന്നും ബന്ധമില്ല, രോഗമുണ്ടാവും. കാരണം പല അസുഖങ്ങളിൽ നിന്നും ഒളിച്ചോടി പോയവരുണ്ടാവും. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന പലരെയും നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കഥയിൽ. പക്ഷെ പല്ലും ഞാനും കഥയും ഒരിക്കലും ഒരു വണ്ടിയിലില്ലായിരുന്നു. അപ്പം അങ്ങനെ ടീച്ചർക്ക് അതൊരു പുതുമയായിട്ട് തോന്നി. അപ്പം ടീച്ചർ അന്ന് ഗോകുലത്ത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ദൗത്യം. ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ പരിചയപ്പെട്ടത് വലിയ സന്തോഷം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, കുട്ടി എവിടെയാണ് പോകുന്നത്? ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് വരും, നമുക്ക് ഒന്നിച്ച് നിർമ്മലയിൽ പോവാം. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, കാരണം ഞാൻ ഇന്ദിരാഗാന്ധിയിൽ അന്ന് ജോലി ചെയ്യാണ്, രാവിലെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് തിരിച്ച് ജോലിക്ക് പോകണം. അപ്പം കൂടെ ബിന്ദു എന്ന് പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്. ബിന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ അപൂർവമായിട്ടാണ് ടീച്ചർ ആൾക്കാരോട് ഇങ്ങനെ പറയുന്നത്, അപ്പം ഡോക്ടർ ഇതൊരു അവസരമാണ്, കളയരുത് എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് എൻ്റെ വണ്ടിയിൽ കൃഷ്ണ നീ എന്നെ അറിയുമെന്നുള്ള വേണുഗോപാൽ സാറ് പാടിയ കവിതകളുടെ CD പ്ലേ ചെയ്യുമ്പം ടീച്ചർ എന്നോട് ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെയാണോ കവിത കേൾക്കാറ്? ഞാൻ ടീച്ചർ കുറച്ച് സമയക്കുറവുണ്ട്, അപ്പം ഇങ്ങനെയും കേൾക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതാണ്, ഒരു എഴുത്തുകാർ അല്ലെങ്കിൽ എഴുത്തുകാരി എഴുത്തിലൂടെ സഞ്ചരിക്കണം, വാക്കുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കണം, എന്നാൽ മാത്രമേ വാക്കുകൾ അറിയൂ. ഇതുപോലെ കഥയും കവിതയും യൂട്യൂബിലും, അന്ന് CD ആയിരുന്നു, CD-യിലും കേൾക്കുന്നതല്ല ഒരു ഉത്തമ എഴുത്തുകാരൻ്റെ ദൗത്യം. ടീച്ചർ അന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പേജ്, ഒരു പൂങ്കാവനമായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ അതിലൂടെ എന്നാൽ മാത്രമേ ടീച്ചർ പറയും, നമുക്ക് അല്ലെങ്കിൽ പുതിയ വാക്കുകൾ അറിയില്ല, പുതിയ വാക്യങ്ങൾ അറിയില്ല, പുതിയ വാചകങ്ങൾ അറിയില്ല. അപ്പം അതൊരു വലിയൊരു കണ്ണ് തുറക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ടീച്ചറിൻ്റെ കൂടെ ഞാൻ നിർമ്മലഗിരിയിൽ പോകുന്നു. ടീച്ചർ അന്നും എനിക്ക് ആർക്കും കൊടുക്കാത്ത ഒരു പരിഗണന തന്നു. പ്രിൻസിപ്പളിൻ്റെ റൂമിൽ ടീച്ചറെ ഇരുത്തുമ്പോൾ ടീച്ചർ, ഡോക്ടർ ധനലക്ഷ്മിനെ അറിയില്ലേ, കണ്ണൂരിലെ പ്രസിദ്ധമായ എഴുത്തുകാരിയാണ്. അന്ന് ഞാൻ ഇതുപോലെ ഒരു ലെവലിൽ എത്താത്തപ്പം എനിക്ക് ടീച്ചർ ഇത് പറയുമ്പം ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ടീച്ചറെ പറ്റി എല്ലാവരും വളരെ റിസർവ്ഡ് ആണ്, ആവശ്യത്തിന് സംസാരിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ മോളെ വിളിച്ച് പറയുമ്പം എനിക്ക് തീർത്തും അതൊരു അനുഭവമാണ്. അന്ന് ഇതുപോലെ ടീച്ചർ സ്റ്റേജിൽ കയറിയപ്പോഴും അവിടെ ഇരുന്ന് ഞാൻ എന്തോ പുറകിന്ന് പറയുന്നത് കേട്ടു. അടുത്തത് കേൾക്കുന്നത് ആങ്കർ പറയുന്നു, പിന്നെ കണ്ണൂരിലെ പ്രശസ്തമായ ദന്ത ഡോക്ടറും എഴുത്തുകാരിയും കൂടിയായ ഡോക്ടറെ വേദിയിലേക്ക് വിളിക്കുന്നു. മാഡം പറഞ്ഞിട്ട് അതെ, മാഡം പറഞ്ഞിട്ട് വിളിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ആരെയും
എക്സസ് ചെയ്യരുത്. ഞാൻ പഠിച്ച വലിയ മനസ്സാ പാഠം അല്ലേ? നമ്പർ 2. ടീച്ചർ ഞാൻ പറഞ്ഞു വരുന്നതാണ്. ഉച്ചയായപ്പം ടീച്ചറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി ടീച്ചർ എന്നാ ഞാൻ പോകും. ഇല്ല, എനിക്ക് ഡോക്ടറിന്റെ ബുക്ക് വേണം. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം ഒന്ന് നമ്മൾ കണ്ണൂർക്കാരുടെ സ്ലാങ്, തിരുവനന്തപുരക്കാർക്ക് ഒത്തിരി പുച്ഛമുള്ളൊരു കാര്യം. ഇന്നാണ് നമുക്ക് സ്ലാങ് സ്വന്തമായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അതെ. അന്ന് ഞാൻ പറയില്ല, ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു സാർ ഉണ്ടായിരുന്നു. പുള്ളി നമ്മൾ ആദ്യമായിട്ട് പല്ല് പറിച്ചു കഴിഞ്ഞാൽ ആ പല്ല് നമ്മൾ സാറിനെ കാണിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ പല്ല് പറിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളി നോക്കി ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, സാർ ചാടട്ടെ എന്ന്. പുള്ളി തിരിഞ്ഞെന്നെ നോക്കി, പല്ലെടുത്ത് ചാടുക ഡിപ്പാർട്ട്മെന്റിൽ. എന്താ പറഞ്ഞത്? അല്ല സാർ ഇത് ചാടട്ടെ. എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത് കളയട്ടെ എന്നാണ്, പക്ഷെ നമ്മൾ ശീലിച്ചത് മനസ്സിലായിട്ടില്ല. അതെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി തിരിഞ്ഞു വന്നിട്ട് ചോദിച്ചു, കാസർഗോഡ് നിന്നാണോ? അല്ല സർ, കണ്ണൂർ നിന്നാണ്. ആ എന്നാ ചാടിക്കോ. അപ്പം അങ്ങനെ ഒരു മലയാളത്തിൽ നിന്ന് നമ്മള് അതെ, എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു സത്യം. കാരണം സുഗതകുമാരി ടീച്ചറെ നമ്മൾ ഏതോ ഒരു ലെവലിൽ കാണുന്ന ഒരു ആളാണ്. അപ്പൊ ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുമ്പം ടീച്ചർ പറഞ്ഞു, മോള് തന്നില്ലെങ്കിൽ ഞാൻ കൂടെ വരുവാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേറെ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു വേണ്ട ടീച്ചർ, ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞു. ടീച്ചർ അതെ, കനകമുന്തിരികളും അന്ന് 2 ബുക്കും ഐ മീ ആൻഡ് ഐ 2 ഉണ്ടായിരുന്നു. ടീച്ചർ കനകമുന്തിരികളിൽ ഏതോ ഒരു പേജ് വായിച്ചു. പിന്നെ ഞാൻ കാണുന്നത് ടീച്ചർ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ല, ഇത് തല്ലാനാണോ അതോ നീ ഒക്കെ ഇത് എഴുതിയിട്ട് മലയാളത്തിൽ നമുക്കറിയില്ല. കാരണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പ്രൊഫൈൽ അതെ. കാരണം നമ്മളിപ്പം ഞാൻ പറയില്ലേ, ഒരാള് ഫേമസ് ആവുമ്പം നമ്മൾ പല കഥകളും കേൾക്കും. പക്ഷെ നമ്മൾ അവരോടിപ്പം ശ്രീ മമ്മൂട്ടിനെ പറ്റിയാണെങ്കിലും നമ്മൾ പറയുന്ന മമ്മൂട്ടി അല്ല ശരിയായ മമ്മൂട്ടി, എല്ലാം മാറ്റമാണ്. കാരണം അവര് ഫോഴ്സ്ഡും ആണ് ആ ഒരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഞാനിങ്ങനെ ടീച്ചറുടെ മൗനത്തിനെ എനിക്ക് എങ്ങനെ കാണണമെന്ന് എനിക്ക് അറിയില്ല, അബദ്ധമായോ എന്താണെന്ന്. പിന്നെ ഉണ്ടായത് ടീച്ചർ എന്നെ കെട്ടിപ്പിടിച്ച് ഒരു 10-15 മിനിറ്റ് ടീച്ചർ കരയുമായിരുന്നു. കരഞ്ഞിട്ട് അവസാനം എന്നോട് ചോദിച്ചു, ഈ ചിരിയുടെ പിന്നിൽ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു. അന്ന് ടീച്ചർ എന്നോട് പറഞ്ഞതാണ്, പല്ല് പറിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഡോക്ടർ എഴുതണം, എഴുത്തിന്റെ ലോകത്ത് ഡോക്ടറെ പോലെ ഒരാൾ വരണം. വലിയ സാധ്യതകളുണ്ട്. അതെ. പ്രവാസ ലോകത്ത് എത്ര വർഷമായി? പ്രവാസ ലോകത്ത് ഇതിപ്പം എന്റെ 12ാമത്തെ വർഷമാണ്. അവിടെ തന്നെ തുടരാനാണ് താല്പര്യം. തിരിച്ചില്ല ഇങ്ങോട്ട്? ഏയ്, തിരിച്ചുണ്ട്. അമ്മയും കുടുംബവും ഉള്ള കാലം വരെ ഇടയ്ക്ക് വരും. എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഒരു പ്രേക്ഷകർക്ക് ഒരു അനുഭവമാണ്. കാരണം വളരെ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്ന ധനലക്ഷ്മി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിത വ്യവഹാരങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എഴുത്തിൻ്റെ ലോകത്ത്. അത് നമുക്ക് അനുഭവമാണ്. ഇനിയും ഒത്തിരി നല്ല കഥകളും കവിതകളും നമുക്ക് സമ്മാനിക്കാൻ ഡോക്ടർ ധനലക്ഷ്മിക്ക് സാധിക്കട്ടെ.